ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന 2 അപ്ഡേറ്റുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് ആണ് ആപ്പ് അപ്ഡേറ്റ് എന്നത്. അതായത് നമുക്ക് വാട്സപ്പിൽ പുതുതായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ്. അതിനായിട്ട് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മുടെ വാട്സപ്പിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ താഴെ നോക്കാന്നുണ്ടെങ്കിൽ ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കാം. അതിൽ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൽ വരുന്ന അപ്ഡേറ്റുകൾ ഉണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ആദ്യം നോക്കാന്നുണ്ടെങ്കിൽ ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് എന്നതാണ്. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വാട്സപ്പ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വൈഫൈ ഓൺ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും അപ്ഡേറ്റ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. നമ്മളൊന്നും അറിയാൻ നിൽക്കേണ്ട, നമ്മൾ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്തതാണ് നോട്ടിഫിക്കേഷൻ എന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും വാട്സപ്പിന്റെ അപ്ഡേറ്റ് വരുവാന്നുണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നമ്മൾ എത്തിക്കണം എന്നുള്ളതിൻ്റെയാണ് ഇത്. ഇത് എനേബിൾ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും അറിയാൻ നിൽക്കേണ്ട, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ഡേറ്റ് ആവത്തില്ല. അടുത്തതായിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ എന്നതാണ്. പുതിയ ഏതെങ്കിലും അപ്ഡേറ്റ് ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഓട്ടോ അപ്ഡേറ്റ് എന്നത് ഡിസേബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേഷൻ നടക്കത്തില്ല. നമ്മൾ തന്നെ എപ്പോഴും പ്ലേ സ്റ്റോറിൽ കയറി ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എന്നത് മാക്സിമം നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ എനേബിൾ ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ അപ്ഡേറ്റ് വല്ലതും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ പോയി ഇത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓട്ടോ അപ്ഡേറ്റ് എന്നത് എനേബിൾ ചെയ്ത് വെക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ വാട്സപ്പിൽ വരുന്ന മിക്ക അപ്ഡേറ്റുകളും നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് അറിഞ്ഞെന്ന് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നമുക്ക് ആ ഒരു അപ്ഡേറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റിനെ പറ്റി നമുക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വാട്സപ്പ് എത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കാര്യങ്ങൾ മനസ്സിലാക്കാനും പെട്ടെന്ന് പോയി അത് പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് റീസെൻ്റ്ലി ഓൺലൈൻ എന്നത്. അതായത് നമുക്കറിയാം, വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഓൺലൈൻ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ ചാറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ ആ ഒരു വ്യക്തി ഓൺലൈൻ ആണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, എന്നാൽ പുതിയ ഒരു അപ്ഡേറ്റ് മുഖേന നമുക്ക് ആരെങ്കിലും ഓൺലൈനിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ രൂപത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം റീസെൻ്റ് ആയിട്ട് ആരൊക്കെ ഓൺലൈൻ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഓൺലൈനിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാ കോണ്ടാക്ട്, നമ്മുടെ വാട്സപ്പിലുള്ള എല്ലാ കോണ്ടാക്റ്റിലും ആരെങ്കിലുമൊക്കെ ഓൺലൈൻ വന്നാൽ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് മുഖേന നമ്മുടെ വാട്സപ്പ് കോണ്ടാക്റ്റിലുള്ള എല്ലാ വ്യക്തികളും എപ്പോഴെങ്കിലുമൊക്കെ ഓൺലൈൻ വന്നാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടത്തില്ല. പകരം നമ്മൾ റീസെൻ്റ് ആയിട്ട് കോൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള റീസെൻ്റ് ആയിട്ട് നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഓൺലൈൻ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് മിക്ക ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. നിങ്ങൾ വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ലഭിച്ചെന്നിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റീസെൻ്റ് ആയിട്ട് നമ്മൾ അധികം ചാറ്റ് ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് എപ്പോഴും ആരുമായിട്ടാണോ ചാറ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ എപ്പോഴും കോൾ ചെയ്യുന്ന ആരാണോ ആ ഒരു വ്യക്തി, അങ്ങനെ കുറച്ച് കോണ്ടാക്റ്റുകളുടെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കോണ്ടാക്റ്റുകൾ ഓൺലൈനിൽ വരുവാണോ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാ വ്യക്തികളും എപ്പോഴൊക്കെ ഓൺലൈൻ വന്നിട്ടുണ്ട് ഇല്ലെന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ചെറിയൊരു
അപ്ഡേറ്റ് മാത്രമാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്യൂച്ചറിൽ ഇതെല്ലാം മാറി നല്ല രീതിയിൽ അത് അപ്ഡേറ്റ് ചെയ്തെടുത്ത് മാറ്റുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയ 2 അപ്ഡേറ്റുകളും നല്ല അടിപൊളിയായിട്ടുള്ള അപ്ഡേറ്റുകളാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ആണെന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ 2 അപ്ഡേറ്റുകൾ ലഭിച്ചെന്നിരിക്കും. അപ്പോൾ ഇത് 2 നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഇട്ടിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.